നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi Life Easy. ബാർക്കോഴ കേസിൽ വിമർശനം കടുപ്പിച്ച് ഹൈക്കോടതി. സത്യമറിയാൻ ജനത്തിന് അവകാശമുണ്ട്. വിജിലൻസിന് തീരെ വിജിലൻസ് ഇല്ല. കെ ബാബുവിനെതിരെ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ. ബാബുവിനെതിരെ തിരുവനന്തപുരത്ത് CPIM പ്രതിഷേധം. ഹൈദരാബാദ് സർവകലാശാലയിലെ ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഉലഞ്ഞ BJP. കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കേസ് അന്വേഷിക്കാൻ കേന്ദ്രത്തിന്റെ 2-അംഗ സംഘം. ദളിത് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP. മരണത്തിന് ഉത്തരവാദിയെന്ന് പ്രതിപക്ഷം. ശബരിമല സ്ത്രീ പ്രവേശന കേസിലെ ഹർജിക്കാരന് സുരക്ഷ നൽകാൻ ദില്ലി കമ്മീഷണർക്ക് സുപ്രീം കോടതി നിർദ്ദേശം. ശബരിമല കേസിൽ ലിംഗസമത്വത്തിനു വേണ്ടിയുള്ള പൊതുതാൽപര്യ ഹർജി. നവമാധ്യമങ്ങളിലെ ഭീഷണി നിയന്ത്രിക്കാൻ കഴിയില്ല. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി നാളെ. ജയരാജൻ ഇപ്പോൾ പ്രതിയല്ലെന്ന് CBI. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ സോളാർ കമ്മീഷന്റെ തീരുമാനവും നാളെ. സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് അരങ്ങുണരും. അപ്പീലുകൾ കുറയുമെന്ന് പ്രതീക്ഷയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ബാർക്കോഴ കേസിൽ വിമർശനം കടുപ്പിച്ച് ഹൈക്കോടതി. വിജിലൻസ് ഇല്ലാത്ത പോലെയാണ് സംസ്ഥാനത്ത് വിജിലൻസ് പ്രവർത്തിക്കുന്നത്. കേസന്വേഷണത്തിന് മറ്റു സംവിധാനങ്ങൾ വേണ്ടിവരും. മന്ത്രിക്ക് കോഴ കൊടുത്തു എന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും ജസ്റ്റിസ് കമാൽ പാഷ അറിയിച്ചു. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബു നൽകിയ അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിജു രമേശ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ജസ്റ്റിസ് B. കമാൽ പാഷയാണ് ഹർജിയിൽ വാദം കേട്ടത്. കെ ബാബുവിനെതിരായ കേസിൽ തെളിവില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തലെന്ന് ബിജു രമേശിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് CP ഉദയഭാനു കോടതിയെ അറിയിച്ചു. ഈ ഘട്ടത്തിൽ ഇടപെട്ട ജസ്റ്റിസ് B. കമാൽ പാഷ വിജിലൻസിന്റെ പ്രവർത്തന രീതിയെ നിശ്ചിതമായി വിമർശിച്ചു. വിജിലൻസിന്റേത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. മന്ത്രിക്ക് കോഴ നൽകിയെന്ന് ചിലർ പറയുന്നു. തെളിവില്ലെന്ന് വിജിലൻസും. സത്യമറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. മന്ത്രിക്ക് കോഴ നൽകിയെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിജിലൻസ് ഇല്ലാത്തതുപോലെയാണ് കേരളത്തിലെ വിജിലൻസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വിജിലൻസിന് പകരം മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. കോഴ കേസുകളുടെ അന്വേഷണത്തിലെ വിജിലൻസ് ഇടപെടൽ ഫലപ്രദമല്ലെന്ന പരോക്ഷ വിമർശനവും ഹൈക്കോടതി നടത്തി. മന്ത്രിമാരുൾപ്പെട്ട കോഴ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ടെന്നും ബിജു രമേശിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി. വിജിലൻസിനെതിരെയുള്ള ഹൈക്കോടതിയുടെ രൂക്ഷ പരാമർശം സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? എഡിറ്റേഴ്സ് അവർ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ V. S. സുനിൽകുമാർ MLA, ശ്രീ PC ജോർജ്, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS. ശ്രീധരൻപിള്ള, കോൺഗ്രസ് നേതാവ് ശ്രീ T. സിദ്ദിഖ് എന്നിവരാണ്. ആദ്യം ശ്രീ T. സിദ്ദിഖിലേക്ക്. ശ്രീ സിദ്ദിഖ്, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറഞ്ഞ കോടതി തന്നെയാണ് സംസ്ഥാനത്തെ വിജിലൻസ് ബാർക്കോഴ കേസിൽ തീരെ വിജിലന്റ് അല്ല എന്ന് പറയുന്നത്. സർക്കാർ കൂടുതൽ പ്രതിക്കൂട്ടിലാവുകയാണ്. ശ്രീ സിദ്ദിഖ്, ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ലേഖകൻ ശ്രീ വിജയകുമാർ ഇവിടെ സംസാരിച്ച സന്ദർഭത്തിൽ, നിങ്ങൾ ഇതിലെ കാര്യങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ ബിജു രമേശിനെതിരായി കോടതി പറഞ്ഞ പരാമർശങ്ങൾ അപ്പാടെ വിഴുങ്ങി എന്നുള്ളത് നിങ്ങളുടെ ചാനലിന്റെ പ്രത്യേക താല്പര്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ വ്യക്തമാക്കേണ്ടത്. ഇന്ന് വിജിലൻസ് റിപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്ത ഒരു കേസുമല്ല ഇന്ന് ചർച്ച ചെയ്തത്. ഇന്ന് ചർച്ച ചെയ്തത് കെ ബാബു ശ്രീ ബിജു രമേശിനെതിരെ നൽകിയതായ ഡീഫാമേഷൻ കേസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. ആ കേസിൽ ബിജു രമേശിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് ഈ കേസ് പല കോടതികളിലും കേസുണ്ട്, അതുകൊണ്ട് ഇത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും മാറ്റി വെക്കരുത്. നീതി ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇത് രണ്ട് കാര്യമാണ്. വിജിലൻസ് അല്ല ഇതിലെ പരാമർശ വിഷയം. രണ്ട് കാര്യമാണ്. ഒന്ന് മംഗളം ദിനപത്രം, രണ്ട് മംഗള ദിനപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എലഗന്റ് ബിനോയിയുടെ കാര്യസ്ഥനാണ് കെ ബാബു എന്നുള്ള പരാമർശവും 164-ൽ 50 ലക്ഷം ബാബുവിന് നൽകിയെന്ന് പരാമർശമില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് പുറത്തു വന്ന് ഓരോ രീതിയിൽ മാറ്റി പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇൻ കോർട്ട് യാഥാർത്ഥ്യങ്ങൾ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ കാഷ്വൽ ആയിട്ടുള്ള കമന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നിങ്ങൾ പറഞ്ഞ ഗൗരവത്തിലുള്ളതായിരിക്കുന്ന ഒരു വിഷയം ഇന്ന് നടന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്ന് കോടതി യഥാർത്ഥത്തിൽ കടുപ്പിച്ച പരാമർശം നടത്തിയത് ബാബുവിന്റെ അഭിഭാഷകനോടല്ല, ഈ കേസിൽ കക്ഷി ചേരാത്തത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ ഇതുകൊണ്ട് തന്നെ പുലിവാല് പിടിക്കും എന്നുള്ളത് ബിജു രമേശിന്റെ അഭിഭാഷകനോട് പറഞ്ഞതായിട്ടുള്ള ഗൗരവമായിട്ടുള്ള പരാമർശങ്ങളടക്കം അപ്പാടെ നിങ്ങൾ വിഴുങ്ങിയത്
നിങ്ങളുടെ പ്രത്യേക ശ്രീ സിദ്ദിഖ് ബിജു രമേശിന്റെ അഭിഭാഷകനോട് പറഞ്ഞത് അതീവ ഗൗരവമുള്ളത് എന്നും വിജിലൻസിനെ സംബന്ധിച്ച് കോടതി പറഞ്ഞത് ഗൗരവമുള്ളതല്ല എന്നും താങ്കളും കോൺഗ്രസും പറയും. അതിൽ അത്ഭുതമില്ല. റിപ്പോർട്ടർ ചാനലിന് താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു പക്ഷപാതപരമായ സമീപനം ഈ വിഷയത്തിലില്ല. കോടതി പറഞ്ഞതുപോലെ മന്ത്രിക്കെതിരെ ആരോപണമുണ്ടായാൽ സർക്കാർ അന്വേഷിക്കണം. നികുതി അടയ്ക്കുന്ന സാധാരണ പൗരന് സത്യമറിയാനുള്ള അവകാശവുമുണ്ട്. അതുമാത്രമേ റിപ്പോർട്ടർ ചാനലിനുമുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വി എസ് സുനിൽകുമാർ, ഈ പ്രഥമ ദൃഷ്ടിയ ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിലാണിത് വന്നത്. അദ്ദേഹം പറഞ്ഞത് അസ്വാഭാവികമാണെന്ന് തോന്നാം. ഈ ബിജു രമേശ് മാനനഷ്ട കേസ് സ്വാഷ് ചെയ്യണമെന്ന് സമർപ്പിച്ച ഹർജിയിൽ എന്തിനാണ് വിജിലൻസിനെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള ഒരു പരാമർശം കോടതി നടത്തുന്നത്? അതിൽ അസ്വാഭാവികതയുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു. ശ്രീ സുനിൽകുമാർ, എന്താണ് താങ്കൾ അത് സംബന്ധിച്ച് പറയുന്നത്? കോൺഗ്രസ്സുകാർ ഇതല്ലാതെ ഇതിനപ്പുറത്ത് എന്താണ് പറയാൻ പറ്റുക? ഈ വിജിലൻസ് അല്ലേ, ഹൈക്കോടതി ജഡ്ജ് എന്നൊക്കെ പറയുന്ന ആളുകൾ മനുഷ്യർ തന്നെയാണ്. ഈ സമൂഹത്ത് ജീവിക്കുന്നവരും പത്രം വായിക്കുന്നവരും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം സകൂതം വീക്ഷിക്കുന്നവരുമായിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ കമാൽ പാഷ ബഹുമാനായിട്ട് ജസ്റ്റിസ് പറഞ്ഞത്, ഞാനും ഒരു നികുതി കൊടുക്കുന്ന പണം കൊടുക്കുന്ന ഒരു പൗരനാണ് എന്ന ഒരു ബോധം കൂടിയുള്ള ആളുകളാണ് ജഡ്ജിമാരെല്ലാം. അപ്പം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബാബുവിൻ്റെ കേസിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസ് എന്താണ്? പിന്നെ ഈ ബിജു രമേശ് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഡിഫാമേഷൻ കേസാണ്. ആ കേസിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റ് അടക്കം കെ ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഏതെങ്കിലും ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? കെ ബാബുവിനെതിരായിട്ടുള്ള FIR എന്തുകൊണ്ട് ഇട്ടില്ല എന്നതിനെ പറ്റി ഇന്നൊരു അഫിഡവിറ്റ് കൊടുത്തു കോടതി. ആ അഫിഡവിറ്റ് പറയുന്നത് എന്താ? കെ ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ വിജിലൻസിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവരുടെ പ്രധാനപ്പെട്ട അന്വേഷണമായിരുന്നു. എന്നാൽ തൃശൂർ വിജിലൻസ് കോടതി ഇതേ ഏജൻസിയോട് പറഞ്ഞു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ പറഞ്ഞു. ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ശരിയായ അന്വേഷണം ഏതാണ്? ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു അന്വേഷണത്തെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് പറയാണ് അദ്ദേഹത്തിനെതിരെ ഒരു തെളിവില്ല എന്ന് പറഞ്ഞാൽ ഏത് കോടതിയാണ് ഇങ്ങനെ ചോദിക്കാതിരിക്കുക? അപ്പോൾ നമ്മുടെ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയോട് മനുഷ്യന് വെല്ലുവിളി തോന്നുന്ന അല്ലെ വെറുപ്പ് തോന്നുന്ന ഒരു നിലയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനം അസംബന്ധ ജടിലമായിട്ടുള്ള ഏജൻസിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഏജൻസിയാണ് വിജിലൻസ്. ആ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന മന്ത്രിയെ പറ്റിയിട്ടുള്ള അന്വേഷണം ആ ഏജൻസി തന്നെ നടത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഇതിന്റെ പരിമിതി, ദയനീയമായ മ്ലേച്ഛമായ പരിമിതിയാണ് കോടതിക്കും ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നത്. വിജിലൻസ് ഈ കേസിലെ പ്രതിയായിരിക്കുന്ന മന്ത്രി ബാബു പ്രതിയല്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട നീതിന്യായ വ്യവസ്ഥയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ടോ? സങ്കീർണമായ അവസ്ഥയാണുള്ളത്. തൃശൂർ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ക്വിക്ക് വെരിഫിക്കേഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നു. മറുവശത്ത് സത്യവാങ്മൂലത്തിൽ വിജിലൻസ് തന്നെ പറയുകയാണ് തെളിവില്ല എന്ന്. ലോകായുക്തയുടെ മുൻപാകെ വിജിലൻസിന് റിപ്പോർട്ടും ഇരിക്കുന്നു. ഇത് ഒരു വശത്ത് തെളിവില്ല എന്ന് പറയുകയും മറുവശത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്നു. എന്താണ് സാധാരണ ജനം കരുതേണ്ടത്? ശ്രീ സിദ്ദിഖ്, അല്ല, നിങ്ങൾ ഇൻ ഡീറ്റെയിലേക്ക് പോകണ്ട. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളിലും സുനിൽകുമാറിനോടും ബിജു രമേശിനോടും ചോദിച്ച ഒരു ചോദ്യം ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ഇന്ന് വന്നതായിരിക്കുന്ന കേസ് വിജിലൻസിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു. 50 ലക്ഷമാണല്ലോ നൽകിയത്, വലിയ എമൗണ്ട് ആണല്ലോ. എന്നാണ് ആ പണം ശ്രീ കെ ബാബുവിന് നൽകിയത്? 164 അദ്ദേഹം പറഞ്ഞിട്ടില്ല. പുറത്തു വന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കെ ബാബുവിന് പണം നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാണ് ആ പണം നൽകിയത്? ഒന്ന് സുനിൽകുമാറിന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിന് പറയാൻ പറ്റുമോ? വേണ്ടേ? ഇനി രണ്ട്, ഞാൻ നിർത്തിയില്ല. ഞാൻ പറഞ്ഞതിന് ശേഷം പറയാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു മാന്യനായ മറുപടി പറയാം. ആയിക്കോട്ടെ. സുനിൽകുമാറിന് എത്രയും സമയം തരാം, എന്നിട്ട് ബാക്കിയുള്ള എനിക്ക് തന്നാൽ മതി. മാന്യനായ ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കുമ്പോ മദ്യലോബിയുമായി ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. മാന്യന്മാരെ അപമാനിക്കാൻ കോടതി നടത്താത്ത പരാമർശങ്ങളും കാഷ്വൽ ടോക്കിൽ നടത്തുന്ന പരാമർശങ്ങളും നിങ്ങൾ വളരെ കർക്കശം എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി നടത്തിയ പരാമർശങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്. ക്യാബിനറ്റ് നോട്ട് തിരുത്തി കെ ബാബു എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയോ? 2, ബാബുവിന്റെ ഫെഡറൽ ബാങ്ക് വഴിയാണ് ഇതിന്റെ ഇടപാട് നടത്തിയത്, തെളിയിക്കാൻ പറ്റിയോ? എന്നാണ് ഈ പണം നൽകിയത്, തെളിയിക്കാൻ പറ്റിയോ? 2, വിജിലൻസിന്റെ 164 സ്റ്റേറ്റ്മെന്റിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? 4ാമത്തെ ചോദ്യം, ബിജു രമേശ് പറഞ്ഞിട്ടുള്ളത് ഞാനും പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ റസീഫ് മുഹമ്മദും
രണ്ട് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ മാനേജറായ രാധാകൃഷ്ണൻ, 3 ആള് ചേർന്ന് രമേശ് ബാബുവിന്റെ PA ആയിട്ടുള്ള സുരേഷ് പയ്യുടെ റൂമിൽ കൊണ്ടുപോയി പണം കൊടുത്തു എന്നാ പറഞ്ഞിട്ടുള്ളത്. ശ്രീ സിദ്ദിഖ്, ഇതിനൊന്നും തെളിവില്ല എന്നുള്ളതാണല്ലോ വിജിലൻസ് പറയുന്നത്. ഇന്ന് സത്യവാങ്മൂലത്തിലും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇക്കാര്യങ്ങൾ 50 ലക്ഷം എവിടെ വെച്ച് കൊടുത്തു, ആര് കണ്ടു, ഇതിനൊന്നും തെളിവില്ല എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. ഇത് സംബന്ധിച്ച് സത്യം അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. തൃശൂർ വിജിലൻസ് കോടതി ഈ നിർദ്ദേശപ്രകാരം ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുന്നു. ഇവിടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു തെളിവില്ല എന്ന്. ഇത് എന്തൊരു പ്രഹസനമാണ് ശ്രീ സിദ്ദിഖ്. ഇതാണ് കോടതി പറഞ്ഞത്. ഇതിനെ ഈ കോടതിയുടെ കാഷ്വൽ റിമാർക്കായി ഇതിനെ കാണരുത്. ഇത് വിജിലന്റ് അല്ല എന്നും മറ്റൊരു സംവിധാനത്തെ കുറിച്ച് അന്വേഷണ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും പറയുന്നത് ഒരു കാഷ്വൽ റിമാർക്കായി പൗരബോധമുള്ള ഒരാൾക്ക് കാണാൻ കഴിയുകയില്ല. ശ്രീ സിദ്ദിഖ്, ഒന്ന്, എന്തുകൊണ്ട് ഒരു QV നടക്കുന്ന സന്ദർഭത്തിൽ തെളിവില്ല എന്ന് സത്യവാങ്മൂലം നൽകി എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ചോദ്യം. ഞാനതിന് കൃത്യമായി മറുപടി പറയുന്നു. 164 ബാബു പറഞ്ഞതായിട്ടുള്ള, ബാബുവിന് നേരിട്ട് പണം കൊടുത്തു എന്നാണല്ലോ ഇപ്പോഴത്തെ ആരോപണം. അന്ന് 164 എന്താ പറഞ്ഞെന്നറിയോ? 164 പറഞ്ഞത് ബാബു പറഞ്ഞ സ്ഥലങ്ങളിൽ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ 3 ആളുകൾ, MP ധനേഷ്, രാജ്കുമാർ ഉണ്ണി, പിന്നെ കൃഷ്ണകുമാർ, ഈ 3 ആളുകൾ ചേർന്ന് വിവിധ ഇടങ്ങളിൽ പണം 10 കോടി രൂപ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇതിലെ പരാമർശം. ഒന്ന്, ആ പരാമർശം വന്നപ്പോ അന്വേഷിച്ച സന്ദർഭത്തിൽ ഇതിന് ഡേറ്റ് ഇല്ല. ഡേറ്റ് ചോദിച്ചിട്ട് ഇതുവരെ പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, റസീഫ് മുഹമ്മദ് പറയുന്നത് മെയ് മാസമാണ്. ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്താണെങ്കിലും ശ്രീ VS സുനിൽകുമാറിന് അതിലേക്ക് ഇതിന്റെ മറുപടി പറയാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള, താങ്കൾ എന്ത് പറയുന്നു? കോൺഗ്രസ് പറയുന്നതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ പരിഗണനാ വിഷയമല്ലാത്ത ഒരു കാര്യത്തിൽ ഒരു കോടതി റിമാർക്ക് നടത്തുക, ഈ കാഷ്വൽ റിമാർക്കിനെ വളരെ ഗൗരവത്തിലെടുത്ത് വളരെ കൃത്യമായ ടാർഗറ്റോടുകൂടി ഒരു കൂട്ടം നീക്കം നടത്തുക, ഇതാണ് സംഭവിക്കുന്നതെന്ന് കോൺഗ്രസ് പറയുന്നു. താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള? ഇത് സാങ്കേതികമായിട്ട് ആനുഷാംഗിക പരാമർശം കോടതി നടത്താൻ ലീഗൽ വാലിഡിറ്റി ഇല്ല, ശരിയാണ്. പക്ഷെ ലീഗൽ വാലിഡിറ്റി പ്രശ്നമല്ലിത്. ആത്യന്തികമായ നീതിയെ സംബന്ധിച്ച് ഫൈനലായി നമ്മുടെ സംസ്ഥാനത്ത് പറയേണ്ടത് ന്യായാധിപന്മാരാണ്. ഇപ്പം ഈ വിധി ഈ അഭിപ്രായ പ്രകടനം നടത്തിയ ന്യായാധിപനെ സംബന്ധിച്ച് ആർക്കും, കോൺഗ്രസിനോ CPM-നോ അല്ല BJPക്കോ രാഷ്ട്രീയക്കാർക്കോ അരാഷ്ട്രീയക്കാർക്കോ ആർക്കോ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷത, അദ്ദേഹത്തിൻ്റെ നീതിബോധം, ഇതിനെപ്പറ്റി ആർക്കും ഒരാക്ഷേപമുള്ള ആളല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ധാർമ്മികരോഷം കൊണ്ടൊരു ന്യായാധിപൻ പറയുന്നു സാധാരണക്കാരന് അറിയാൻ അവകാശമുണ്ട്, ഇതിനെയെല്ലാം തട്ടിത്തകർക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കേണ്ട വിഷയമല്ല എന്ന് സിദ്ദിഖ് പറയുമ്പം, സിദ്ദിഖിനോട് ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തോട് ബന്ധപ്പെട്ട സിദ്ദിഖ് എത്ര ചർച്ച പങ്കെടുത്തിട്ടുണ്ട്? ഇപ്പോൾ ആനുഷാംഗ പരാമർശങ്ങളുടെ കാര്യത്തിൽ ആനുഷാംഗ പരാമർശം പൊതുവേ ശരിയാണ്, ലീഗലായിട്ട് നമുക്കത് ബൈൻഡിങ് അല്ല എന്നുള്ള ശരിയാണ്. പക്ഷെ അത് പറയുന്ന ഉന്നത നീതിപീഠത്തെ മാനിക്കുന്ന സംസ്കാരമല്ലേ രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടത്? അതുകൊണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഇവിടെ വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കേസുകൾ വരുന്നു. അതിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വാസത, പ്രത്യേകിച്ച് UDF ഭരണത്തിന് കീഴിലെ അത് അമ്പേ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അവർ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതിന് പകരം അതിനെ മാറ്റണം, അതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ഹൈക്കോടതി തന്നെ പറഞ്ഞു. ഒന്നും എല്ലാം വനരോധനങ്ങളാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ വരയ്ക്കുന്നത് പോലെയാണ്. അപ്പോൾ ഈ ഒരു സമീപനം വരുമ്പം സംശുദ്ധത തെളിയിക്കേണ്ടതല്ലേ? ഈ പറഞ്ഞതുപോലെ നേരെ തുടക്കത്തിൽ ഈ ചർച്ചയിൽ വീണ പറഞ്ഞതുപോലെ ഈ സംശുദ്ധതയിൽ കരുതൽ വരാതിരിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്? ഈ കോൺഗ്രസ്സുകാരെല്ലാവരും ഇതിനെ ഇങ്ങനെ വൈകാര്യമായിട്ട് കാണുമ്പം, ചെറുപ്പക്കാരായുള്ള സിദ്ദിഖിനെ പോലുള്ളത് കാണുമ്പം എനിക്ക് വലിയ നിരാശയാണുള്ളത്. നമ്മുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? അത് തെളിയിക്കട്ടെ, എവിടെയും തെളിയിക്കട്ടെ, ഞങ്ങൾ ഇവിടെയും തയ്യാറാണ് എന്ന് പറയുകയല്ലേ വേണ്ടത്? ആ ധാർമ്മികത സിദ്ദിഖും കൂട്ടരും കാണിക്കട്ടെ. കോൺഗ്രസ് ഇങ്ങനെ അപജയത്തിലേക്ക് പോകാൻ പാടുണ്ടോ? സുനിൽകുമാർ, താങ്കൾ സമർപ്പിച്ച ഹർജി സംബന്ധിച്ച കേസിന്റെ മെറിറ്റിലേക്ക് കൂടി കടന്നുകൊണ്ടാണ് ശ്രീ T. സിദ്ദിഖ് 50 ലക്ഷം കൊടുത്തതിന് തെളിവുണ്ടോ തുടങ്ങിയ അദ്ദേഹം ചർച്ചകളിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ചോദിച്ചത്. താങ്കൾക്ക് മറുപടി പറയാം ശ്രീ സുനിൽകുമാർ. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബാബുവിനോടോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടോ വ്യക്തിവിരോധം വെച്ചുകൊണ്ടല്ല ഞങ്ങൾ ഹർജി കൊടുക്കുന്നതും ഇടപെടുന്നതും. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ് പ്രതിപക്ഷത്തിൻ്റെയും ഈ നാട്ടിലെ പൊതുപ്രവർത്തകരുടെയും. ഞങ്ങളത് ചെയ്യുന്നു, വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ്. പിന്നെ സിദ്ദിഖ് ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കും. സിദ്ദിഖ് ഞാനാണോ വിജിലൻസ് ഡയറക്ടർ, അല്ലെങ്കിൽ ശ്രീധരൻ പിള്ളയാണോ വിജിലൻസിന്റെ ഡയറക്ടർ? ഞങ്ങളാണോ? ഈ ഗവൺമെന്റിന്റെ ഏജൻസിയാണ് തെളിയിക്കാൻ. നിങ്ങളെ തെളിയിച്ചിട്ട് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. മറ്റൊരു കാര്യം,
ഇവിടെ നിങ്ങളിപ്പോ ഈ തൃശൂർ വിജിലൻസ് കോടതി പറഞ്ഞനുസരിച്ചുള്ള ക്വിക്ക് വെരിഫിക്കേഷൻ നിങ്ങൾ എന്തിനാണ് നടത്തുന്നത്? ആ ക്വിക്ക് വെരിഫിക്കേഷന് മുമ്പ് നിങ്ങൾ എന്തിനാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? എന്താ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് എന്തിനാ? അപ്പൊ ക്വിക്ക് വെരിഫിക്കേഷൻ നാളെ ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? നിങ്ങളുടെ ഡയറക്ടർ തന്നെ വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുകയാണ്, തെളിവില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയും അതേ സമയത്ത് തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. മാത്രമല്ല FIR ഇടത്തിനെ പറ്റി പിന്നെ സിദ്ദിഖ് പറയുന്നത് എന്താ? തെളിവുണ്ടോ? നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ സിദ്ദിഖ്, നിങ്ങൾ നിയമസഭയിലെ സിദ്ദിഖിന്റെ നേതാവാണല്ലോ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല അന്ന് ഒരു അടിയന്തര പ്രമേയത്തിന്റെ മറുപടി സിദ്ദിഖിന് ഓർമ്മയുണ്ടോ? അന്ന് ഞങ്ങൾ KM മാണിക്കെതിരെ FIR ഇട്ടപ്പോ FIR പ്രതിയായിരിക്കുന്ന KM മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് S ശർമ്മ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഞാൻ ശർമ്മയാണ് കൊണ്ടുവന്നത്. ആ അടിയന്തര പ്രമേയത്തിന് മറുപടിയായിട്ട് ചെന്നിത്തല പറഞ്ഞ ഒരു വാദം എന്തായിരുന്നു എന്ന് അറിയാമോ? ഇപ്പോൾ KM മാണിക്കെതിരായി വന്നിരിക്കുന്ന FIR എന്ന് പറഞ്ഞാൽ അതിന്റെ കേസിന്റെ വെരാസിറ്റി പരിശോധിക്കാതെ, തെളിവ് പരിശോധിക്കാതെ, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ FIR ഇടണമെന്ന സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഈ പരാതിക്കകത്തുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഇട്ടിരിക്കുന്ന FIR ആണ്. ആ FIR ഇടാതിരിക്കാൻ കഴിയില്ല. കാരണം അത് ഇടേണ്ടത് ഇന്ന് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ കാര്യത്തിൽ നിങ്ങൾ KM മാണിക്കെതിരെ FIR ഇട്ടു. KM മാണിക്ക് നേരിട്ട് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ ആളല്ല ബിജു രമേശ്. എന്നാൽ K ബാബുവിന് നേരിട്ട് കൈക്കൂലി കൊടുത്തു എന്ന് കൃത്യമായ മൊഴി വിജിലൻസിന് കൊടുത്തിട്ടും നിങ്ങൾ FIR ഇടാതിരുന്നത് ഏത് നീതി, ഏത് ന്യായം, ഏത് വകുപ്പ്, ഏത് വിധി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ശ്രീ PC ജോർജ് കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട്. അതിനു മുമ്പ് ശ്രീ സിദ്ദിഖ് ഒരു കാര്യം, ഇപ്പോൾ സമർപ്പിച്ച റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടൊരു അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ, ഉണ്ടാകാൻ കഴിയുമോ? ശ്രീ സിദ്ദിഖ്, ഒന്ന് ഇവിടെ ഒരു രസകരമായ കാര്യമാണ് സുനിൽകുമാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരാരോപണം ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നതിന് നിങ്ങൾ തെളിയിക്കണം. ഞാൻ ഒരൊറ്റ കാര്യം സുനിൽകുമാറിനോട് ചോദിക്കുന്നു. സുനിൽകുമാറെ, തെളിവില്ലാത്ത കള്ള ആരോപണം ഉന്നയിച്ചിട്ട് ഞങ്ങളുടെ പോലീസ് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ തെളിയിക്കും? ഞാൻ ചോദിക്കുന്നു, ഒന്ന് ഡേറ്റ് ഉണ്ടോ? റസീഫ് പറയുന്നു, പറയുന്നു. ഒരു മിനിറ്റ്, എനിക്ക് സമയം തരണം. നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മുഴുവൻ യഥേഷ്ടം സമയം കൊടുത്ത് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് സമയം തരണം. ഞങ്ങളാണല്ലോ പ്രതിക്കൂട്ടില്. അങ്ങനെയല്ല ഏറ്റവും അധികം ചോദ്യം താങ്കൾ ഉൾപ്പെടെയുള്ളവരോടാണ് ചോദിക്കുന്നത്. ശ്രീ സിദ്ദിഖ്, ഞാൻ ചോദിക്കുന്നത് പറയൂ. ജനാജി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, വ്യാജമായ ആരോപണം പറഞ്ഞ് ഞങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞാൽ അന്വേഷണം നടത്തിയ അങ്ങനെയാണെങ്കിൽ ശ്രീ സിദ്ദിഖ്, വ്യാജ ആരോപണം എന്ന് പറയുമ്പോൾ SP സുകേഷിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ FIR-ൽ എന്താണ് ഉണ്ടായിരുന്നത്? അന്ന് ഈ പണമൊക്കെ പിരിച്ചത് നമുക്ക് കേസിനെ സംബന്ധിച്ച്, ഈ ആരോപണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്, പലതവണ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെ. ഇത് ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് കൊണ്ടാണോ FIR-ൽ SP സുകേശൻ അക്കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത്? ഈ പിരിച്ച തുക മാണിക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അന്തിമ റിപ്പോർട്ടിൽ ഇതൊന്നുമില്ല. ഈ കണക്കുകൾ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. അതേസമയം ബാർ ഉടമകൾ പിന്നീട് പിരിച്ച് നിയമ സഹായം തേടിയെ സംബന്ധിച്ച് ചെലവഴിച്ചതിന്റെ കൃത്യമായ കണക്കുകളുണ്ട്. ഇതൊക്കെ ആരോടാണ് പറയുന്നത് ശ്രീ സിദ്ദിഖ്? ഒന്ന്, നിയമസഹായത്തിന് വേണ്ടി അവർ പിരിച്ചെടുത്തതായിരിക്കുന്ന കണക്കും ആ കണക്ക് ഓഡിറ്റ് ചെയ്തതിന്റെ റിപ്പോർട്ട് അടക്കം റിപ്പോർട്ടിന്റെ ഭാഗമായി വെച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, ഇതില് KM മാണിയുടെ വീട്ടിൽ പണം കൊടുത്തു എന്ന് പറഞ്ഞതായ ദിവസം പണം കൊടുത്തതായിരിക്കുന്ന വ്യക്തി മാണിയുടെ വീട്ടിലോ പാലായിലോ കോട്ടയം ടൗണിലോ അല്ല, മറിച്ച് അദ്ദേഹം ഉണ്ടായിരുന്നത് ഒരാൾ പൊൻകുന്നത്തായിരുന്നു, മറ്റൊരാൾ കോയമ്പത്തൂരായിരുന്നു. ഇല്ല, അതിൽ ഒരാളുടെ മാത്രമേ മൊബൈൽ ടവർ പരിശോധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ശ്രീ സിദ്ദിഖ്. പറയട്ടെ. പണം കൊടുത്തവൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തു എന്നുള്ള കള്ളാണെന്നല്ലേ? ഒപ്പമുള്ള രണ്ടുപേരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചിട്ടില്ല. ഉടമസ്ഥന്മാരെ ആരെങ്കിലും നിങ്ങൾ ചോദ്യം ചെയ്തോ? ഞാൻ പറയുന്നത് ഇടയ്ക്ക് സുനിൽ ഞങ്ങൾ സിദ്ദിഖ് ഇതൊക്കെ വായിച്ചോണ്ടിരിക്കുന്നവരാണ്. സുനിലെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് സുനിൽ പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ലാന്നേ. നിങ്ങൾ ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് കള്ളം പറയുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾ 152 ബാർ തുറന്നവരാ. ഞാൻ കള്ളം പറയുന്നില്ല സിദ്ദിഖെ. ഞാൻ സിദ്ദിഖിനെ വെല്ലുവിളിക്കുന്നു. ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. നാളെ കള്ളം പറയൂല. അല്ല, സുനിൽ കള്ളം പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ആ കള്ളത്തിന് ഉപോത്പരകമായി പറഞ്ഞത് തെളിവില്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ അത് തെളിയിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സുനിലിനോട് ചോദിച്ച ഒറ്റ ചോദ്യം, എന്നാ ഈ പണം കൊടുത്തേ? സുനിൽ ഒന്ന് പറഞ്ഞേ, എന്ത് നിങ്ങൾക്ക് പറയാൻ മതി? ഞാൻ ശ്രീ PC ജോർജിലേക്ക്. ശ്രീ PC ജോർജ്, തെളിവില്ലാത്ത ആരോപണം ഉന്നയിച്ചാൽ തെളിയിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടോ? ഞങ്ങൾ എങ്ങനെ തെളിയിക്കും? കോൺഗ്രസ് ചോദിക്കുന്നു. ശ്രീ PC ജോർജ്, ഈ ഹൈക്കോടതി എന്ന് പറഞ്ഞ കാര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ താങ്കൾക്ക് മറുപടി പറയാം. ശ്രീ PC ജോർജ്.
അതായത് ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ മദ്യ രാജാക്കന്മാരിൽ നിന്ന് പണം വാങ്ങിയെന്ന സത്യം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. മേടിച്ചവർക്കും അറിയാം, കൊടുത്തവർക്കും അറിയാം, രാജ്യത്തെ ജനങ്ങൾക്കും അറിയാം. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ എന്തിനു വഴക്കുണ്ടാക്കുന്നു? അപ്പൊ കോടതിയുടെ പരാമർശം പറഞ്ഞാൽ കോടതി സത്യസന്ധമായി കാണുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റും. ഒരു കോടതി ഇപ്പൊ എന്താ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ സംഭവിച്ചിരിക്കുക എന്താ? ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ പോലും തകിടം മറിക്കുക. നീതിന്യായ വ്യവസ്ഥയെ തകിടം മറിക്കാൻ ഒരു ഭരണാധികാരി എക്സിക്യൂട്ടീവ് ശ്രമിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. ആ പണി പോലും ചെയ്യാൻ മടിക്കാത്തവരാണ് ഉമ്മൻചാണ്ടി കൂടത്തുള്ള മന്ത്രിമാരും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം. ഇവിടെ കെ ബാബു മാത്രമാണോ? എന്നോട് എത്രയോ പ്രാവശ്യം ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിലെ ഒന്നാം പ്രതി ഉമ്മൻചാണ്ടിയിലെ കെ ബാബു എന്ന് പറഞ്ഞ് ചാടിയിട്ട കാര്യം ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണല്ലോ കെ ബാബുവിന് കാശ് കൊടുത്തത്, കെ എം മണിയുടെ കാശ് കൊടുത്തത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കാശും കൊണ്ടുവന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേണ്ടെന്ന് പറഞ്ഞത്. ഇതാർക്കാ അറിയില്ലാത്തത്? ബാർ ഓണേഴ്സ് അസോസിയേഷൻ ആകപ്പാടെ 25 കോടി രൂപ പിരിച്ചതിൽ 15 കോടി രൂപ ഈ ബാറിന്റെ ലൈസൻസ് തിരികെ കിട്ടുന്ന ആവശ്യത്തിന് മാത്രം പിരിച്ചതാ. 1 കോടി മാണിക്ക് കൊടുത്തു, ബാക്കി കാശ് എവിടെ പോയെന്ന് പറയണ്ടേ? എവിടെ പോയി? അത് അന്വേഷിക്കണ്ടേ വിജിലൻസ്? ഇത്ര നാണം കെട്ടിയ ഒരു വിജിലൻസ്, ഇത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഉള്ള സംഘമായില്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ബാബുവിനെതിരെ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പിയുടെ എത്രയോ കേസുണ്ട്. വിജിലൻസ് കേസ് പ്രതിയെ പിടിച്ച് വിജിലൻസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി ഈ രാജ്യം അവിടെ പോയി നിൽക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറഞ്ഞാണ് ശരി. വിജിലൻസ് പകരം കൊള്ളാവുന്ന ആമ്പിളരെ വെച്ച് കേസ് അന്വേഷിക്കുക. അതേ കോടതി തന്നെ നേരിട്ട് ഈ കേസ് അന്വേഷിച്ചാൽ നമ്മുടെ മന്ത്രിമാർ ബഹുഭൂരിപക്ഷവും ജയിലിൽ കിടക്കും. യാതൊരു സംശയം വേണ്ട. അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള, ഈ വിജിലൻസിന്റേത് തീർത്തും ദൗർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് കോടതി പറയുമ്പോൾ കഴിഞ്ഞ ഇടത് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഏതാണ്ട് 91 കേസുകൾ വിജിലൻസ് കോടതികളിൽ കിടന്നത് എഴുതി തള്ളുന്ന സാഹചര്യമുണ്ടായി, പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒരു മന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞു. മറ്റൊരു മന്ത്രിയുടെ നേരെ നീണ്ടിരിക്കുന്ന ആരോപണ ശരങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് എന്തുമായിക്കോട്ടെ കോടതി ഈ പരാമർശങ്ങൾ നടത്തുന്നത്. വിജിലൻസ് കൂട്ടിലടച്ച തത്തയാണെന്ന് സിബി മാത്യൂസ് പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലുമുണ്ട്. സ്വതന്ത്രമായൊരു സംവിധാനമല്ല വിജിലൻസിലുള്ളതുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഈ പ്രഹസന നാടകം അരങ്ങേറുകയാണ് ഇവിടെ. ശ്രീധരൻ പിള്ള, അല്ല, ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വിജിലൻസ് സ്വതന്ത്രമാക്കണം എന്ന് കർശനമായി ഇത് ഇപ്പോൾ ബഹുമാനായ ജഡ്ജി ഇരിക്കുന്ന അതേ ബെഞ്ചിലിരുന്ന ജഡ്ജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഏത് കോടതികൾ എന്തു പറഞ്ഞാലും ഞങ്ങളതൊന്നും കേൾക്കില്ല എന്നൊരു സമീപനമാണ് ദൗർഭാഗ്യവശാൽ UDF സംവിധാനം ഇന്നിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ അപകടകരമാണ്. ഇപ്പോൾ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾക്ക്, നമ്മുടെ ജനങ്ങൾക്കിടയിൽ യാതൊരു ഒരു സാധാ പോലീസിനുള്ള പ്രാധാന്യം പോലും വിശ്വാസം പോലും ഇല്ലാത്തതുമാണ്. പിന്നെ PC ജോർജ് പറഞ്ഞൊരു കാര്യം ശരിയാണ്, പൈസ വാങ്ങാത്ത ഏത് മന്ത്രിമാരായി മന്ത്രിസഭയിലുള്ളത്? അപ്പോൾ ഇങ്ങനെ വ്യാപകമായിട്ട് വരുമ്പോൾ എക്സിക്യൂട്ടീവ് മൊത്തം ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് മാറുമ്പം ആരാ ഇതിൻ്റെ സത്യം തെളിയിക്കേണ്ടത്? കസ്റ്റോഡിയൻ ആരാ? തെളിവിൻ്റെ കസ്റ്റോഡിയൻ ആരാ? തെളിവിൻ്റെ കസ്റ്റോഡിയൻ ഗവൺമെൻറ്റാണ്, സംവിധാനങ്ങളാണ്, വിജിലൻസ് ആണ്. അവരൊന്നടങ്കം കള്ളന് കഞ്ഞി വെക്കുന്നവരായിട്ട് മാറുമ്പം, അല്ല അതിൻ്റെ പങ്ക് പറ്റുന്നവരായി മാറുമ്പം ഒരു സംസ്ഥാനം മൊത്തം ഇവിടുത്തെ നമ്മുടെ നീതി സംവിധാനം തകരുകയാണ്. അതുകൊണ്ടാണ് ഈ ജഡ്ജിമാരൊക്കെ ഇത്രയും ആശങ്കയോട് കൂടിയിട്ട്, അല്ലാണ്ട് അവർ രാഷ്ട്രീയ ശ്രീധരൻപിള്ള എന്നെ പോലോ അല്ലെങ്കിൽ സുനിലിനെ പോലെ ഉള്ള ആൾക്കാരല്ല, കാരണം രാഷ്ട്രീയക്കാരല്ല. അവരത് പറയുമ്പം അതിൻ്റെ അന്തസ്സത്തെ മാനിക്കാൻ നീതിബോധമുള്ള ആരെങ്കിലും ഈ UDF ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക വേണ്ടത്. മറിച്ച് ഏത് മന്ത്രിയാ അഴിമതിക്കാരല്ലാത്ത ഒരു മന്ത്രിയുടെ പേര് പറ ഈ മന്ത്രിസഭയിൽ? അപ്പം ഇങ്ങനെ പോകുമ്പം സിദ്ദിഖിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ചെറുപ്പമാണ്, നാളെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ്. ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഒരു കാലത്ത് അതിനുള്ളിൽ ഫൈറ്റ് ചെയ്ത് ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ്, തിരുത്തൽ ശക്തിയായി നിന്നവരാണ്. അതുപോലെ ശ്രമിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ BJP നേതാവ് എന്നുള്ള ആൾക്കല്ല ഇത് പറയുന്നത്. ശ്രീ സിദ്ദിഖിലേക്ക് ഞാൻ അവസാന മറുപടി അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് വളരെ പെട്ടെന്ന് ശ്രീ സുനിൽകുമാർ, ലോകായുക്തയുടെ മുൻപിൽ റിപ്പോർട്ടിരിക്കുന്നു. ഇവിടെ ഇന്ന് താങ്കൾ ഉൾപ്പെടെ സമർപ്പിച്ച ഹർജിയിൽ CBI അന്വേഷണം വേണ്ട എന്ന് വിജിലൻസ് ഡയറക്ടർ സത്യവാങ്മൂലം സമർപ്പിച്ചു. എപ്പോഴാണ് ഈ ജുഡീഷ്യറിയുടെ കൃത്യമായൊരു സ്ക്രൂട്ടണിക്ക് അല്ലെങ്കിൽ ഇഴകീറിയുള്ള പരിശോധനയ്ക്ക് ഇത് വിധേയമാകാൻ പോകുന്നത്? വീണ, ഇതിനകത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ലീഗൽ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലോകായുക്തയുടെ മുമ്പിൽ കേസ് കൊടുത്ത ആള് തന്നെ ഒരു ബിനാമി കേസാണത്. ആ കേസിന്റെ പിന്നിലെ താല്പര്യം മന്ത്രിയെ രക്ഷിക്കാനുള്ള താല്പര്യമാണ്. ആ കേസ് അത് ലോകായുക്ത മൂടി വെച്ചിരിക്കുകയാണ്.
ഇത് 161 സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള ഒന്നും പരിശോധിക്കുന്നില്ല. ഈ പറയുന്ന ഈ കോടതിക്ക് മുൻപാകെ ഈ പറയുന്ന ഇപ്പൊ കോടതിയോട് പറഞ്ഞിരിക്കുന്ന മുമ്പ് ബാബുവിനെതിരായി FIR ഇടും മുമ്പ് ഒരു സ്കൂട്ടറിയും നടന്നിട്ടില്ല. ഇപ്പൊ വീണ്ടും നടക്കുന്ന എല്ലാം പ്രഹസനം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചാൽ ഒരിക്കലും സത്യം കണ്ടെത്താൻ പോകുന്നില്ല ഈ ഏജൻസി അന്വേഷിച്ചാൽ. കാരണം വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനം തന്നെ സർക്കാരിന്റെ അധീനതയിൽ മാത്രം, സർക്കാരിന്റെ തീട്ടൂരമനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഏജൻസിയാണ്. ഈ കേസിന്റെ പ്രത്യേകത സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെയാണ് ഈ ഗുരുതരമായ അഴിമതി ആരോപണം എന്നുള്ളത് കൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിജിലൻസിന് സർക്കാരിനെതിരായി ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഫാക്ച്വൽ റിപ്പോർട്ടിൽ സുകേശൻ പറഞ്ഞു കുറ്റവാളികളാണ്, ഇത് പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഫൈനൽ റിപ്പോർട്ടിൽ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി, വീണ്ടും അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തി. സ്വാഭാവികമായിട്ട് അറിയാം അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഫാക്ച്വൽ റിപ്പോർട്ടിന് വിരുദ്ധമായി അദ്ദേഹം വീണ്ടും ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ ഈ വിജിലൻസിന്റെ മന്ത്രിയെയും ഇവിടെ വെച്ചിരിക്കാൻ പറ്റുമോ? രാജിവെക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് വിജിലൻസ് വീണ്ടും അതേ നിഗമനം തന്നെ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ അവർ നിർബന്ധിതമായത്. അതുകൊണ്ടാണ് CBI എൻക്വയറി വേണമെന്ന ആവശ്യത്തിന് ശക്തി പകരുന്ന റിപ്പോർട്ടാണ് സുകേശന്റെ റിപ്പോർട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അവസാനമായി ശ്രീ PC ജോർജ് പറഞ്ഞതിനോട്, ശ്രീ സുനിൽകുമാർ പറഞ്ഞതിനോട്, ശ്രീ അഡ്വക്കേറ്റ് ശ്രീധരൻ പറഞ്ഞതിനോട് താങ്കൾക്ക് പ്രതികരിക്കാം. മാധവൻ വരട്ടെ എന്ന് പറയുന്ന പോലെ CBI വരട്ടെ. ഞാൻ പറയാം, ഒന്ന് പിന്നെ ഈ ഫാക്ച്വൽ റിപ്പോർട്ട് കൊടുത്ത സുകേശൻ തന്നെ രണ്ടാമത് മാറ്റി പറയുന്നത് എന്താണെന്നുള്ളതാണ് സുനിലിന്റെ അവസാനത്തെ ചോദ്യം. ഞാൻ അതിൽ തുടങ്ങാം. ഒന്ന് വളരെ ചുരുക്കി ശ്രീ സിദ്ദീഖ്. എന്നോട് പറയുമ്പോൾ നിങ്ങൾ ചുരുക്കിന്നേ പറയുള്ളൂ, അതെനിക്കറിയാം. രണ്ടാമത് ഫാക്ച്വൽ റിപ്പോർട്ട് കൊടുക്കുന്ന കൂടെ തന്നെ ഫാക്ച്വൽ റിപ്പോർട്ടല്ല, അന്തിമ റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. അന്തിമ റിപ്പോർട്ടിൽ കണ്ടെത്തുന്ന തെളിവുകൾ കൃത്യമായി അവലോകനം ചെയ്ത് സത്യസന്ധമാണോ എന്ന് ബോധ്യപ്പെട്ട് കൊടുക്കും. അതാണ് മാണിയുടെ വീട്ടിൽ ടവർ ലൊക്കേഷന്റെ കീഴിൽ കൊടുത്തവൻ ഇല്ല എന്ന് പറയുന്നതിന് കാരണം. ഞാൻ ഒറ്റ കാര്യം അന്വേഷിച്ചുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ് ഇടപെടരുത്. ഞങ്ങൾക്കെതിരെ ആരോപണം വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞൊരു ഒറ്റ കാരണത്തിന് ചോദ്യത്തിന് മറുപടി സുനിൽ പറഞ്ഞിട്ടില്ല, ശ്രീധരൻപിള്ള പറഞ്ഞിട്ടില്ല, വീണയും പറഞ്ഞിട്ടില്ല. എന്നാ കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം ഞാൻ ഒറ്റ കാര്യം, ഈ ആരോപണമൊക്കെ എന്തുകൊണ്ടാണ്? ഇടതുപക്ഷം ഭരിച്ചപ്പോൾ 152 ബാർ തുടങ്ങിയ ആളുകളാണ്. ഞങ്ങളോ 178 ബാർ കൂട്ടി കെ ബാബു, 72 ബിയറേജ് കോർപ്പറേഷൻ കൂട്ടി ബാബു, ലോക്കൽ ബോഡീസിന് അധികാരം കൈമാറി കൊടുക്കാൻ. ഒരു മിനിറ്റ് സുനിലെ, കേരള എന്തുകൊണ്ട് ആരോപണം എന്ന് പറയുമ്പോൾ കേരള സുനിലെ 18 വയസ്സ് മദ്യം വാങ്ങുന്നതിന്റെ പ്രായം 21 വയസ്സാക്കി, 17% ആയിരുന്നു മദ്യത്തിന്റെ വർധനവ്, അത് -8 കുറച്ചു. ഞങ്ങൾ മദ്യവർജനവും നിരോധനവും നിങ്ങൾ 20 ലക്ഷം ചെലവാക്കിയപ്പോ ഒരു വർഷം ഞങ്ങൾ ചെലവാക്കുന്നത് ഇപ്പൊ എത്രയാണെന്നറിയോ? 15 കോടിയോളം രൂപയാണ്. ഞങ്ങൾ ഈ മന്ത്രിക്കെതിരെ ബിജു രമേശ് ബാറിന്റെ ലൈസൻസ് പുതുക്കാൻ വേണ്ടി 25 ലക്ഷം ചൂടാവുന്ന സുല്ലേ, അത് 30 25 ലക്ഷം രൂപ എന്ന് തീരുമാനിച്ച് 21 ആക്കിയത് ആർക്ക് വേണ്ടി? ബിജു രമേശിന്റെ വക്കാലത്ത് പിടിച്ച് ഞാൻ ചൂടാവുന്നല്ല, ഞാൻ വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മുഖം കാണാത്ത മാന്യന്മാർക്ക് വേണ്ടി വക്കാലത്ത് സംസാരിക്കും. ബിജു രമേശിനെ പോലെയുള്ള കൊള്ള മുതലാളിമാര് കേരളത്തിൽ മദ്യം ഒഴുക്കുന്ന തിരുവനന്തപുരത്ത് മാത്രം 9 ബാറുള്ള. ഞാൻ ബിജു രമേശ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി വക്കാലത്തെടുത്തുള്ള ആളാണ്. ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോയത് 20 ലക്ഷം റുപ്യ. ഇപ്പൊ നയാ പൈസ കിട്ടാതെയായപ്പോ ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾക്കതിൽ പ്രയാസമില്ല. ഒറ്റ ചോദ്യം, എന്നാ പൈസ കൊടുത്തേ? പറയാൻ പറ്റുന്നില്ല. ഉണ്ടോ? ഇല്ലല്ലോ. 164-ന് 50 ലക്ഷം കൊടുത്തതിന് പറ്റുന്നില്ല. 2 ക്യാബിനറ്റ് നോട്ട് തിരുത്തി എന്ന് പറഞ്ഞു. നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? ബാബുവിന്റെ PA ഫെഡറൽ ബാങ്ക് വഴിയാണ് കോടതി എന്തിനാ തള്ളിക്കളഞ്ഞ റിപ്പോർട്ട്? ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ പറ്റിയോ? മാന്യന്മാരെ നിങ്ങൾ ഈ മദ്യരോപിച്ച് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യം വെച്ച റിപ്പോർട്ട് വിജിലൻസ് എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? വേണ്ടി മുട്ടുമടക്കൂല. മദ്യരോപിക്ക് മുമ്പിലും പ്രതിപക്ഷത്തിന് മുമ്പിലും മുട്ടുമടക്കേണ്ട സിദ്ദീഖ്. പക്ഷേ ഈ ആരോപണങ്ങളെ ഈ ചില 1-2 കാര്യങ്ങൾ എടുത്ത് പറയാതെ വളരെ കൃത്യമായി അന്വേഷിക്കണം. കോടതി ഇത് പറഞ്ഞുള്ളൂ, ഞങ്ങളും അതേ പറയുന്നുള്ളൂ. വളരെ നന്ദി ശ്രീ സിദ്ദീഖ്, നന്ദി ശ്രീ സുനിൽകുമാർ, നന്ദി ശ്രീ ശ്രീധരൻപിള്ള, നന്ദി ശ്രീ PC ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന്.